അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൽ പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിലെ തിരക്ക് പരിഗണിച്ച് വിശ്വാസികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പള്ളി വികാരി ജോസ് ഉരുളക്കാട്ട് അറിയിച്ചു. നോമ്പ് കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും മലയാറ്റൂർ തീർത്ഥാടനമാണ് നമ്മുടെ മനസ്സുകളിൽ ആദ്യം ഓടിയെത്തുക. അതിൻ്റെ ഏതാണ്ടും പീക്ക് ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഓശാന ഞായറാഴ്ച മുതൽ ഉയിർപ്പ് ഞായർ വരെയുള്ള കാലഘട്ടം വെള്ളിയാഴ്ചയിൽ മലയാറ്റൂർ അടിവാരം പള്ളിയിലും അതോടൊപ്പം തന്നെ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലുമാണ് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായി സ്ഥലങ്ങളായി തീർത്ഥാടകർ സന്ദർശിക്കുന്നത്. നോമ്പിൻ്റെ പൂർണ്ണതയിൽ മലകയറി തോമാശ്ലീഹായുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളുമായി മലയിറങ്ങുന്ന ആയിരങ്ങളാണ് ഇപ്പോൾ മലയാറ്റൂർക്ക് എത്തിക്കൊണ്ടിരിക്കുക. വെള്ളിയാഴ്ചയിൽ കഴിഞ്ഞ ശനി ഞായർ തീയതികളിൽ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പലരും ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, രാത്രികാലങ്ങളിൽ മല കയറുന്നതിനുള്ള സൗകര്യമുണ്ടോ എന്ന്. മെയ് 10 വരെയാണ് ഇപ്പോൾ രാത്രിയിലും മല കയറുന്നതിനുള്ള ദീപാലങ്കാരങ്ങൾ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മലയാറ്റൂർ മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ കൈക്കാരന്മാരുടെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ ഇതിനോടകം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പരീക്ഷ കാലഘട്ടമാണ്. ഇത് കഴിഞ്ഞാൽ വരുന്ന ബുധനാഴ്ച മുതൽ നല്ല തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രത്യേകിച്ച് തീർത്ഥാടകർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ മല കയറി പ്രാർത്ഥിക്കുവാൻ, അതോടൊപ്പം തന്നെ താഴത്തപ്പള്ളിയിലും മറ്റു പള്ളികളിലുമൊക്കെ സന്ദർശനം നടത്തി ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ രാത്രി പകൽ വ്യത്യാസം കൂടാതെ ക്രമീകരിച്ചിട്ടുണ്ട്. സർക്കാരും സർക്കാരിൻ്റെ വിവിധ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഫോറസ്ട്രി ആയാലും മറ്റെല്ലാം വളരെ താല്പര്യത്തോടുകൂടി ബഹുമാനപ്പെട്ട കളക്ടറുടെയും ബഹുമാനപ്പെട്ട MLAയുടെയൊക്കെ നേതൃത്വത്തിൽ പോലീസ് ഫോഴ്സിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ എവിടെയെല്ലാം, പ്രത്യേകിച്ച് പാർക്കിംഗ്, തടസ്സം കൂടാതെയുള്ള യാത്ര, ട്രാവലിംഗ്, അതോടൊപ്പം തന്നെ ഇവിടെ മല കയറുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി സംബന്ധമായ കാര്യങ്ങൾ, ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇതിനോടകം രൂപീകരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയിൽ പ്രധാനമായിട്ടും പെസഹ വ്യാഴാഴ്ച താഴത്തപ്പള്ളിയിൽ രാവിലെ 5:30 മണി മുതൽ 6:30 മണി വരെ, 5:30 തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. 6 മണിക്കാണ് കാലുകഴുകൽ ശുശ്രൂഷ താഴത്തപ്പള്ളിയിൽ നടത്തപ്പെടുക. കുരിശുമുടി പള്ളിയിൽ പെസഹ വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക് കാലുകഴുകൽ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. വെള്ളിയാഴ്ച ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ താഴത്തപ്പള്ളിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിക്കും. കുരിശുമുടി പള്ളിയിൽ 7 മണിക്കും തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതാണ്. ദുഃഖവെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആഘോഷമായ കുരിശിൻ്റെ വഴിക്ക് ശേഷം വാണിഭത്തടത്തിലേക്ക് ഇവിടെ നിന്നും നഗരി കാണിക്കൽ പരിഹാര പ്രദക്ഷിണം ആഘോഷമായ കുരിശിൻ്റെ വഴി നടത്തി നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുഃഖശനിയാഴ്ച, വലിയ ശനിയാഴ്ച തിരുക്കർമ്മങ്ങൾ ശേഷം വൈകിട്ട് രാത്രി 10:30 ഉയിർപ്പിൻ്റെ തിരുക്കർമ്മങ്ങൾ താഴത്തപ്പള്ളിയിൽ ആരംഭിക്കുന്നത്. തുടർന്ന് വിശുദ്ധ ബലിയും. കുരിശുമുടി പള്ളിയിൽ ശനിയാഴ്ച രാത്രി 11:45 ഉയിർപ്പിൻ്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതും തുടർന്ന് ദിവ്യബലിയുമാണ്. പകല് കുരിശുമുടി പള്ളിയിൽ 7:30-ക്കും 8:30-ക്കും 9:30-ക്കും കുർബാനകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ താഴത്തപ്പള്ളിയിൽ വരുന്ന ഞായറാഴ്ച ഉയിർപ്പ് തിരുനാൾ ദിവസം രാവിലെ 5:30-ക്കും 7 മണിക്കും വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കുന്നതാണ്. തീർത്ഥാടകർക്ക് ഏത് സമയവും വന്ന് മല കയറി പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും മലയാറ്റൂർ തീർത്ഥാടനത്തിന് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ തോമാശ്ലീഹായുടെ മധ്യസ്ഥത്താൽ നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സഫലീകൃതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മലയാറ്റൂർ പള്ളിയിൽ പുതുതായി ചാർജ് എടുത്തിരിക്കുന്ന വികാരി ഫാദർ ജോസ് ഉരുളക്കാട്ട്, അതോടൊപ്പം തന്നെ കുരിശുമുടി പള്ളിയിലെ വൈസ് റെക്ടർ കൂടിയായിട്ട് സേവനം ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.